എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. നമ്മളെല്ലാം വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇനി പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായും കേൾക്കുക. അത് അവഗണിച്ച് കളയരുത്. കാരണം നമ്മൾ ക്യാൻസർ രോഗം ഉൾപ്പെടെയുള്ള മാരക രോഗത്തിന് അടിമയായി മരണത്തിലേക്ക് വരെ തള്ളിവിടാവുന്ന പ്രശ്നങ്ങൾ ഉണ്ട്. അത് എല്ലാ ആളുകളും മനസ്സിലാക്കണം. ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അതായത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കഴിക്കുന്ന പല ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിലും രാസപദാർത്ഥങ്ങൾ, പ്രത്യേകിച്ച് മാരക രാസപദാർത്ഥങ്ങൾ ചേർക്കപ്പെടുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. നമ്മൾ മലയാളികൾ രുചി വൈവിധ്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ്. പലതരത്തിലുള്ള എരിവും പുളിയും ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമാണ്. മധുരത്തിന്റെ കാര്യവും മറിച്ചല്ല. എന്നാൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയിട്ടുള്ള പരിശോധന ലാബ് റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ നമ്മൾ ഞെട്ടലോടെ ചിന്തിക്കേണ്ട പല കാര്യങ്ങളും അതിലുണ്ട്. പ്രധാനമായും ഭക്ഷണങ്ങളുടെ പേര് കേട്ടാൽ പോലും നമ്മൾ ഞെട്ടിപ്പോകും. മലയാളികൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങളിലും കീടനാശിനികൾ ഉൾപ്പെടെ ഉണ്ട്. അനുവദനീയമല്ലാത്ത കൃത്രിമ നിറങ്ങളും ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഏറ്റവും ജാഗ്രത പാലിക്കേണ്ടത് മത്സ്യത്തിന്റെ കാര്യത്തിലാണ്. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ആരംഭിച്ചു. അതുകൊണ്ട് തന്നെ മത്സ്യലഭ്യത കുറവാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന മത്സ്യങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഫോർമാലിൻ അടക്കമുള്ള മാരക രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നു. എല്ലാ സീസണിലും ഇത് പിടിക്കപ്പെടുന്നതാണ്. ശുദ്ധമായി ഇരിക്കേണ്ട സോഡകളിൽ 220% ബാക്ടീരിയയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇൻസ്റ്റന്റ് പ്രീമിക്സ് ചായ, ശർക്കര മിക്സ്ചർ, മറ്റ് പലഹാരങ്ങൾ എന്നിവയിൽ മാരകമായിട്ടുള്ള കൃത്രിമ നിറമായിട്ടുള്ള ട്രാറ്റാസിൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് അനുവദനീയമായതിന്റെ പല മടങ്ങാണുള്ളത്. വിവിധ തരത്തിലുള്ള മസാലപ്പൊടികളിൽ കീടനാശിനികളുടെ അളവ് 1700 അധികം മടങ്ങാണ് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഉൾപ്പെടെയുള്ള വിവിധ മസാലകളിൽ കീടനാശിനി സാന്നിധ്യമുണ്ട്. ബദാം ഫ്ലേവർ ഉള്ള ബ്രാൻഡഡ് പാലിൽ ബെൻസോയേറ്റ് എന്ന അനുവദനീയമല്ലാത്ത പ്രിസർവേറ്റീവും കണ്ടെത്തിയിട്ടുണ്ട്. വിവിധ കമ്പനികളുടെ ആട്ടയിൽ മായം ചേർന്നിട്ടുണ്ട്. ഇതുപോലെ വിവിധ തരത്തിലുള്ള ഭക്ഷ്യ എണ്ണകൾ, പാല്, തൈര്, സംഭാരം ഉൾപ്പെടെയുള്ളവയിൽ മാരകമായിട്ടുള്ള രാസവസ്തുക്കൾ ചേർത്തിട്ടുണ്ട് എന്നും കണ്ടെത്തി. അതുപോലെ സാമ്പിളായിട്ട് ശേഖരിച്ചിട്ടുള്ള ഗ്രീൻ പീസിൽ ഒട്ടും ചേർക്കാൻ പാടില്ലാത്ത സിന്തറ്റിക് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. പ്ലം കേക്കുകളിൽ ബെൻസോയിക് ആസിഡ്, മറ്റ് വിവിധ തരം കേക്കുകൾ സോർബിക് ആസിഡ് എന്നിവയും ചേർത്തതായി കണ്ടെത്തി. ഫ്രൈ ചെയ്ത് വരുന്ന സാധനങ്ങളിലും ടൂട്ടി ഫ്രൂട്ടി ഉൾപ്പെടെയുള്ള കളർ ഭക്ഷ്യ വസ്തുക്കളിലും സിന്തറ്റിക് കളറിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ പഴകിയ എണ്ണയിൽ പാചകം ചെയ്യുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിട്ടേക്കാം. നമ്മുടെ നാട്ടിലെ പല ഫാസ്റ്റ് ഫുഡ് കടകളിലും തെരുവ് കച്ചവടങ്ങളിലും ഉപയോഗിച്ച എണ്ണ വീണ്ടും ഉപയോഗിക്കുന്നു എന്നുള്ളതും മാരകമായിട്ടുള്ള പ്രശ്നമാണ്. അപ്പൊ എല്ലാ ആളുകളും ഇത് മനസ്സിലാക്കുക. ഓരോ ജൂൺ 7 ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ളത് സ്വയം ഒന്ന് മനസ്സിലാക്കുന്നതും നല്ലതാണ്. പച്ചക്കറിയിലും ഫ്രൂട്ട്സിലും ഇതുപോലെ തന്നെ വളരെയധികം കീടനാശിനികൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക. എന്തിനാണ് വിഷമില്ലാത്തത്, ഇതെല്ലാം നോക്കാൻ സർക്കാർ ഇല്ലേ എന്നുള്ള സ്ഥിരം ചോദ്യങ്ങൾ വന്നേക്കാം. പക്ഷേ നമ്മുടെ ശരീരം നമ്മുടേതാണ്. നമുക്കൊരു ജീവിതമേ ഉള്ളൂ. കുടുംബത്തിന്റെ അല്ലെങ്കിൽ മിനിമം നമ്മുടെയെങ്കിലും സുരക്ഷ നോക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. നമ്മുടെ നാട്ടിലെ കമ്പനികൾ അവരുടെ ലാഭത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. അവിടെ മനുഷ്യജീവന് വിലയില്ല. പലപ്പോഴും സർക്കാരിന്റെ വകുപ്പുകളുടെ അന്വേഷണം പ്രഹസനം മാത്രമായി അവസാനിക്കുന്നു. എന്തെങ്കിലും മാരകമായിട്ടുള്ളത് പിടിക്കപ്പെട്ടാൽ കാരണം കാണിക്കൽ നോട്ടീസിലും ചെറിയ പിഴയിലും അതൊതുങ്ങുന്നു. ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. അപ്പോൾ സ്വന്തം ജീവന്റെ കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുക. പ്രധാനപ്പെട്ട കാര്യമാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ദൂരേക്ക് ബൈ.